ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സപ്പോസ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ KGRPയിലെ അടുത്തൊരു ജോബ് ട്യൂട്ടോറിയലായിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇല്ലീഗൽ ജോബാണ്. സാൻഡൽവുഡ് എന്നാണ് ജോബിൻ്റെ പേര്. ഈ ജോബ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഡേർട്ടി ക്യാഷ് ആയിരിക്കും, അതായത് ബ്ലാക്ക് മണി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പോലീസ് പിടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജയിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നതായിരിക്കും. പോലീസ് പിടിക്കുമ്പോൾ നിങ്ങളെ ഡേർട്ടി ക്യാഷ് വല്ലതും ഉണ്ടെങ്കിൽ അതും പോലീസ് ടേക്ക് ചെയ്യും. ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് ജോബ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരെ നമ്മൾ സിറ്റി ഹാളിൽ നമ്മുടെ ജോബ് എടുക്കുന്ന സ്ഥലത്തോട് വന്നിട്ടുണ്ട്. തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാൻഡൽവുഡ് സ്മഗ്ലർ എന്ന് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് സെലക്ട് കൊടുക്കുക. അപ്പോൾ ജോബ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി /ലൊക്കേറ്റ് എന്നടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ജോബ് ലൊക്കേഷൻ സെലക്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരും. അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സാൻഡൽവുഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ ഇങ്ങനെ ഒരു മാർക്ക് വരും. അവിടെയാണ് നമ്മുടെ സാൻഡൽവുഡ് ജോബ്. വണ്ടി എടുത്ത് നമുക്ക് നേരെ ആ ലൊക്കേഷനിലോട്ട് പോകാം. പക്ഷേ നമ്മൾ സാൻഡൽവുഡ് ജോബിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ കാണാൻ പറ്റും. അപ്പം ഏതൊരു വണ്ടി എടുക്കുക. നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം /ജോബ് ഹെൽപ്പ് എന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 കമൻറ്റ്സ് കാണാൻ പറ്റും, ഗെറ്റ് സാൻഡൽവുഡ് എന്നും അൺലോഡ് സാൻഡൽവുഡ് എന്നും. വണ്ടി നിങ്ങൾ ആ ഒരു മഞ്ഞ ഐക്കണിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. ശേഷം /ഗെറ്റ് സാൻഡൽവുഡ് എന്നടിക്കുക. ചാറ്റ് ബോക്സ് നോക്കിയാൽ 10 പീസ് വുഡ് ലോഡ് ആയതായിട്ട് കാണാൻ പറ്റും. മാപ്പ് എടുത്തതിന് ഇവിടെ ഒരു റെഡ് മാർക്ക് കാണിക്കും. ഇവിടെയാണ് നമ്മൾ വുഡ് ഡെലിവറി ചെയ്യേണ്ടത്. വണ്ടി എടുത്ത് നേരെ നമുക്ക് ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. വണ്ടി നമ്മൾ ആ ഒരു റെഡ് ബ്ലിപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ശേഷം ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ /അൺലോഡ് വുഡ്സ് എന്നടിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വുഡ്സ് കയ്യിൽ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റെഡ് ബ്ലിപ്പ് കാണാൻ പറ്റും. ആ ബ്ലിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് 700 രൂപ കിട്ടും. ഒരു പീസിന് 700 രൂപ വെച്ച് 10 പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7000 രൂപ വരെ കിട്ടും. ഒരു ലോഡ് 10 പീസാണ് ഉണ്ടാവാം. ഒരു ലോഡിൽ നിന്ന് 10 പീസ് നമ്മൾ ഇതുപോലെ 1 ബൈ 1 ആയിട്ട് ഡെലിവറി ചെയ്യുക. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് മണി വാഷ് ചെയ്യലാണ്. ബ്ലാക്ക് മണി വാഷ് ചെയ്ത് വൈറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എത്ര ബ്ലാക്ക് മണി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ /INV എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലാക്ക് മണി കാണിക്കും. നിങ്ങൾക്ക് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. പക്ഷേ പീടി പിടിക്കാൻ സൂക്ഷിക്കണം. നിങ്ങൾ മണി വാഷിൻ്റെ ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ /ലൊക്കേറ്റ് എന്നടിക്കുക. അതിലിങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ വാഷ് മണി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരും. അതിൽ 5 ലൊക്കേഷൻസ് ഉണ്ടാകും. അതിൽ ലാസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ ഒരു റെഡ് മാർക്ക് കാണിക്കും. അവിടെയാണ് വാഷ് മണി ലൊക്കേഷൻ. വണ്ടി എടുത്ത് നേരെ നമുക്ക് ലൊക്കേഷനിലോട്ട് പോകാം. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ /വാഷ് മണി എന്നടിക്കുക. നിങ്ങൾക്ക് ഇവിടെ വാഷ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ചാറ്റ് ബോക്സ് നോക്കിയാൽ കാണാം 21,000 വാഷ് മണി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാൻഡൽവുഡ് ജോബ് ചെയ്യുന്ന എല്ലാവരും പോലീസ് പിടിക്കാണ്ട് ചെയ്യാൻ നോക്കുക. അപ്പം അടുത്തൊരു നല്ലൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.